everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, യുവർ ബയോളജി ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എക്കോസിസ്റ്റം, എന്താണ് എക്കോളജി, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം ഏതൊക്കെയാണ്, സോ അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം, അതിൽ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ്സ് ആണ്. അതൊന്ന് ഡീകമ്പോസിഷനും ഇനിയൊന്ന് എനർജി ഫ്ലോയും ആണ്. ഓക്കെ, സോ ഈ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും പഠിക്കാൻ റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഡീകമ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഡീകമ്പോസിഷൻ നടക്കുന്നത്, ആ ഒരു കാര്യം തൊട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീകമ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. ഓക്കെ, സോ ഡീകമ്പോസിഷൻ, യെസ്, സോ എന്താണ് ഡീകമ്പോസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസം, ഓക്കെ, ലിവിങ് ഓർഗാനിസം ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം അല്ലെ. സോ ഒരു ലിവിങ് ഓർഗാനിസം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഓർഗാനിസം എന്തായി മാറുന്നുണ്ട്, ഡീക്കേ ആവാൻ തുടങ്ങും അല്ലെ. സോ കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസമും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളും ഇതൊക്കെ അതിന്റെ ആ ഒരു ദേഹത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഡ് ഓർഗാനിസമിന്റെ മുകളിൽ അല്ലെങ്കിൽ ഡീക്കേയിങ് ലീവ്സിന്റെ മുകളിൽ ഇങ്ങനെ ആക്ട് ചെയ്ത് ഫൈനലി അത് എന്തായിട്ട് മാറുന്നുണ്ട്, അവിടെ ആ ഒരു ഭാഗം, അതായത് അവിടെ ഒരു ലിവിങ് ഓർഗാനിസം ചത്ത് വീണിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ആയിട്ട് അത് മാറുന്നുണ്ട്. കുറെ കാലം കഴിയണം, പക്ഷെ അത് സ്ലോ ആയിട്ടാണെങ്കിലും അത് എന്താവുന്നുണ്ട്, അലിഞ്ഞ് അത് ഭൂമിയിലോട്, സോയിലിനോട് ഇങ്ങനെ ചേർന്ന് പോവുകയാണ്. സോ ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, ഡീകമ്പോസിഷൻ. സോ ഡീകമ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കംപ്ലീറ്റ് breakdown of complex organic matter into simple inorganic. ഈ ഒരു വേർഡ് മറക്കല്ലേ, സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. സോ പിന്നെയും നിങ്ങൾ ഇവിടെ ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റെസ്പിറേഷൻ ആയി പോകും. ഓക്കെ, സോ ഈ ഒരു വേർഡ് നിങ്ങൾ മറക്കരുത്. ഇവിടെ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓർഗാനിക് മാറ്റർ, രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. ഓക്കെ, ഒരു ഓർഗാനിക് മാറ്ററിനെ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന, നമ്മളല്ല മൈക്രോ ഓർഗാനിസംസ് അല്ലെ, കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡീകമ്പോസിഷൻ എന്ന് വിളിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. സി, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ വാട്ടർ ആൻഡ് ഇൻഓർഗാനിക് മിനറൽസ് എന്ത് കിട്ടുന്നുണ്ട്, ഇൻഓർഗാനിക് മിനറൽസ്. യെസ്. സോ ഇതില് കാർബൺ ഡൈ ഓക്സൈഡ് എയറിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിസിലൂടെ ലിവിങ് ഓർഗാനിസമിന്റെ അകത്തേക്ക് എൻ്റർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടറും ഇൻഓർഗാനിക് മിനറൽസും ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത്, സോയിലിന്റെ ഉള്ളിലേക്ക്. സോയിലിനുള്ളിലേക്ക്. പിന്നെ സോയിലിൽ നിന്നും പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ അബ്സോർപ്ഷൻ ചെയ്യുന്നതിലൂടെ ഈ ഒരു മിനറൽസിനെയും കുറച്ച് എമൗണ്ട് മിനറൽസിനെയും അബ്സോർപ്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മിനറൽസ് എവിടേക്ക് എൻ്റർ ആവുന്നുണ്ട്, പ്ലാന്റ്സിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. പ്ലാന്റ്സിൽ നിന്നും അനിമൽസിലേക്ക്, അനിമൽസിൽ നിന്നും ഹയർ അനിമൽസിലേക്ക് ഇങ്ങനെ എൻ്റർ ആയിക്കൊണ്ട് പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ അപ്പൊ നമുക്ക് ഈ സബ്സ്റ്റൻസ് ഫോർ ഡീകമ്പോസിഷൻ ഏതാന്ന് നോക്കാം. ഓക്കെ, സോ ഏത് സബ്സ്റ്റൻസ് ആണ് ഡീകമ്പോസിഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്. ഓക്കെ, സബ്സ്ട്രേറ്റ് ഫോർ ഡീകമ്പോസിഷൻ ഏതാണ്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞടാ. യെസ്. സോ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ഒക്കെ പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. സബ്സ്റ്റൻസ് ഫോർ ഡീകമ്പോസിഷൻ ഈസ് ഡെഡ് ലീഫ് ഓർ ആനിമൽസ് അല്ലെ. ഡെഡ് ലീഫ് അല്ലെങ്കിൽ ആനിമൽസ് ആണ് എന്ത്, ഡീകമ്പോസിഷനിലുള്ള മെറ്റീരിയൽ. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡെട്രീറ്റസ്. എന്തെന്ന് വിളിക്കും, ഡെട്രീറ്റസ്. ഓക്കെ, സോ ഈ ഒരു
എന്താ ടേമിനെ ഓർത്ത് വെക്കുക. ഡെട്രീറ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സബ്സ്ട്രേറ്റ് ഫോർ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ ആവുന്ന ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡെട്രീറ്റസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡീകമ്പോസിഷൻ നോക്കാം. ഓക്കെ, സോ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡീകമ്പോസിഷൻ. ഓക്കെ, സോ ഡീകമ്പോസിഷന് വേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയാണ്? സോ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഏതാ നോക്കാം. ദാറ്റ് ഈസ് ഫ്രാഗ്മെന്റേഷൻ. ഏതാണ്? ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ടോട്ടൽ ആയിട്ട് ഒരു 5 സ്റ്റെപ്സ് ആണുള്ളത്. 5 സ്റ്റെപ്സ്. ഓക്കെ, 5 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? ഫ്രാഗ്മെന്റേഷൻ ആണ്. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സി ഡെട്രിവോർസ്. എന്തായിരിക്കും ഡെട്രിവോർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എന്തായിരിക്കും ഈ ഡെട്രിവോർസ്? ഡെട്രിവോർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് വാം. ഓക്കെ, സോ എർത്ത് വാം, അതുപോലെ തന്നെ കോക്രോച്ച്. ഓക്കെ, സോ ഈ എല്ലാ ഓർഗാനിസംസ്, എർത്ത് വാമും കോക്രോച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വലിയ ഓർഗാനിക് മാറ്ററിനെ കടിച്ചു മുറിച്ചിട്ട് കുഞ്ഞു ഓർഗാനിക് മാറ്റർ ആക്കി മാറ്റുന്നുണ്ട്. അതായത് പീസസ് ആക്കി മാറ്റുന്നുണ്ട്. വലിയ ഒരു ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞു ഡെട്രീറ്റസ് ആയിട്ട്, അതായത് വലിയ ഡെട്രീറ്റസിനെ ചെറിയ ഡെട്രീറ്റസ് ആക്കി മാറ്റുന്നുണ്ട് അല്ലെ? സോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഡെട്രീറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ. ഓക്കെ, ബ്രേക്ക് ഡൗൺ detritus into സ്മോളർ പാർട്ടിക്കിൾ. എന്താക്കി മാറ്റുന്നുണ്ട്? സ്മോളർ പാർട്ടിക്കിൾ ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ഫ്രാഗ്മെന്റേഷൻ. ഇങ്ങനെ സ്മോളർ പീസസ് ആക്കി മാറ്റുമ്പോൾ കുറച്ച് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആ ഒരു കട്ട് ചെയ്യുന്ന ആ സമയത്ത് കുറച്ച് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് എന്താവുന്നുണ്ട്? ഉള്ളിലേക്ക് എൻ്റർ ആയി പോകുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോയിലിന്റെ ഉള്ളിലേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എൻ്റർ ആയി പോവുകയാണ്. അതിന് നമ്മൾ എന്തെന്ന് പറയും? ലീച്ചിങ്. എന്തെന്ന് പറയും? ലീച്ചിങ് എന്ന് പറയും. ഓക്കെ, സോ വാട്ടർ soluble inorganic substance. Okay, water soluble inorganic substance go down into the soil horizon. ഓക്കെ, സോയിലിന്റെ ഉള്ളിലേക്ക് അങ്ങ് എൻ്റർ ആവുകയാണ്. അതായത് വലിയൊരു ഡെട്രീറ്റസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെ ഈ എർത്ത് വാമും കോക്രോച്ചും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞു ഡെട്രീറ്റസ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ചെറിയ ഇൻഓർഗാനിക് പീസസ് ഇവിടെ വീണിട്ടുണ്ട്. ഓക്കെ, ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് അത് വാട്ടറിൽ അലിയുന്ന ഒരു ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് വാട്ടറിൽ അലിഞ്ഞിട്ട് എന്താവുന്നുണ്ട്? സോയിലിന്റെ ഡീപ്പ് സോയിലിലേക്ക് എൻ്റർ ആയി പോവുകയാണ്. സോ ഇത് അൺഅവൈലബിൾ ന്യൂട്രിയൻസ് ആയിട്ട് സോയിലിന്റെ ഡീപ്പ് സോയിലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അത് തിരിച്ചു കിട്ടുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് ലീച്ചിങ്. യെസ്, അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പ് കെറ്റബോളിസം. ഏതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? കെറ്റബോളിസം. സോ കെറ്റബോളിസമിൽ എന്ത് ചെയ്യും? ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈം. ബാക്ടീരിയ ആൻഡ് ഫംഗൈ ഈ ഒരു ഓർഗാനിക് കുഞ്ഞു പീസസ് ആക്കി മാറ്റിയിട്ടുണ്ടല്ലോ, അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ബാക്ടീരിയയും ഫംഗയും എന്ത് ചെയ്യുന്നുണ്ട്? ഡെട്രീറ്റസിന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസിന് അതിന്റെ മുകളിൽ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെക്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഓർഗാനിക് മാറ്റർ കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുകയാണ്. ഓക്കെ, സോ ബാക്ടീരിയ ഫംഗൈ ഇത് രണ്ടും എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ എൻസൈം ഏതാണ്? ബാക്ടീരിയൽ എൻസൈമും ഫംഗൈ എൻസൈം ഡൈജസ്റ്റീവ് എൻസൈം ആണ്. ആ ഡൈജസ്റ്റീവ് എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? ഡീഗ്രേഡ് ഇൻടു ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ഇൻടു സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് കെറ്റബോളിസം. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്, സോ ബാക്ടീരിയ ഫംഗൈ ഇത് രണ്ടും എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡൈജസ്റ്റീവ് എൻസൈം ആണ്. ആ ഡൈജസ്റ്റീവ് എൻസൈം ഡെട്രീറ്റസ് കുഞ്ഞു പീസസ് ആക്കി മാറ്റിയിരിക്കുന്ന ആ ഡെട്രീറ്റസിന്റെ മുകളിൽ എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് അത് മാറുന്നുണ്ട്. ഓക്കെ, ആ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് എന്ത് സംഭവിക്കും? ആ ഇൻഓർഗാനിക് സബ്സ്റ്റൻസിനെ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പാണ്. ഒറ്റ മിനിറ്റ് മക്കളെ. യെസ്, സോ അടുത്ത സ്റ്റെപ്പില് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. നാലാമത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ് ഹ്യൂമിഫിക്കേഷൻ. ഓക്കെ, ഹ്യൂമിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം.
ഓക്കെ, സോ ഹ്യൂമിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേ അക്യുമുലേഷൻ ഓഫ് accumulation of a dark amorphous substance called humus. കേട്ടിട്ടുണ്ടോ? ഹ്യൂമസ് റിച്ച് സോയിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് ഹ്യൂമസ് റിച്ച് സോയിൽ? അതായത് കെറ്റബോളിസം കഴിഞ്ഞിരിക്കുന്ന ആ സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസിന്റെ മുകളില് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അമോർഫസ് ലെയർ കവർ ആവുന്നുണ്ട്. ഓക്കെ, അമോർഫസ് ലെയർ കവർ ആവുന്നുണ്ട്. അങ്ങനെ കവർ ആകുമ്പോൾ അത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സ്ലോ ആയിട്ട് ഡീഗ്രേഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കുറച്ച് റിലീസ് ആകുമ്പോൾ സോയിലിന്റെ സർഫേസിന്റെ മുകളിൽ തന്നെ കിടക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും? ഡീപ്പ് ഇൻസൈഡ് സോയിലിലേക്ക് പോകും, നമുക്ക് കിട്ടില്ല, പ്ലാന്റ്സിനും കിട്ടില്ല, അല്ലെ? സോ ന്യൂട്രിയൻസ് ഒന്നും നമുക്കും കിട്ടില്ല, പ്ലാന്റ്സിനും കിട്ടില്ല. അതുകൊണ്ട് ഇതെന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു അമോർഫസ് ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡെട്രീറ്റസിന്റെ അല്ലെങ്കിൽ കെറ്റബോളിസം ചെയ്തിരിക്കുന്ന ആ ഒരു ഓർഗാനിക് മാറ്ററിന്റെ മുകളിൽ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കവർ ചെയ്യുമ്പോൾ അത് പെട്ടെന്നൊന്നും ഡീഗ്രേഡ് ആവുന്നില്ല. സോ ഡീഗ്രേഡ് ആവാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. സ്ലോ ആയിട്ടാണ് ഈ ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഡീഗ്രഡേഷൻ സംഭവിക്കുമ്പോൾ കുറച്ചു കാലം അങ്ങനെ തന്നെ നിന്ന് ആ സോയിൽ, ആ ഒരു പർട്ടിക്കുലർ സോയിലിന്റെ ന്യൂട്രിയൻസിനെ റിച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഡീപ്പ് ഇൻസൈഡ് അത് പോവാൻ പറ്റുന്നില്ല. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് മിനറലൈസേഷൻ. എന്താണ്? മിനറലൈസേഷൻ. ഓക്കെ, സോ the humus is degraded by some microbes, okay, by some microbes and release inorganic substance. Okay, inorganic substance നെ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഹ്യൂമിഫിക്കേഷന്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണ്? ഒരു അമോർഫസ് ലെയർ കവർ ആയിരിക്കുന്ന ഒരു ഡെട്രീറ്റസ് ആണ്, അല്ലെങ്കിൽ കെറ്റബോളിസമിന്റെ എൻഡ് പ്രോഡക്റ്റിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസിന്റെ മുകളിൽ എന്താവുന്നുണ്ട്? ഒരു അമോർഫസ് ലെയർ കവർ ആവുന്നുണ്ട്. അതിന് നമ്മൾ ഹ്യൂമസ് എന്ന് പറയും. ഹ്യൂമസിനെ പെട്ടെന്നൊന്നും ഡിഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, അത് സോയിലിന്റെ മുകളിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. പക്ഷെ സ്ലോലി നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് കുറച്ച് ന്യൂട്രിയൻസിനെ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, കുറച്ച് ഇനോർഗാനിക് സബ്സ്റ്റൻസ് റിലീസ് ആകുമ്പോൾ അത് എന്താവുന്നുണ്ട്? ആ ഒരു സർഫേസ് ലെയറിലുള്ള സോയിലിന്റെ കൂടെ തന്നെ മിക്സ് ആയിട്ട് ഹ്യൂമസ് റിച്ച്, അല്ലെങ്കിൽ ഒരു ന്യൂട്രിയൻസ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് മിനറലൈസേഷൻ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? മനസ്സിലായില്ലേ? സോ എല്ലാവർക്കും അപ്പൊ നമുക്ക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, റൈറ്റ്? ഓക്കെ, സോ അപ്പൊ നമുക്ക് അടുത്ത കാര്യം നോക്കാം. അതായത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് ആൾട്ടർ ആവുന്നത് അത് നമുക്ക് നോക്കാം. അതായത് ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഡീകമ്പോസിഷൻ സ്ലോ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? സോ ഇങ്ങനെയുള്ള ഒരു റീസൺസ് ഒക്കെ നമുക്ക് നോക്കാം. ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഓക്സിജൻ തന്നെയാണ്. ഓക്കെ, സോ ഓക്സിജൻ ഈസ് വെരി മച്ച് required for decomposition. Okay, so decomposition എന്ത് വേണം? ഓക്സിജൻ വേണം. ഓക്കെ, സോ ഈ ഒരു ഡീകമ്പോസിഷന്റെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുക? ഓക്കെ, ഡീകമ്പോസിഷൻ ഈസ് കൺട്രോൾഡ് by first thing is chemical composition. Okay, chemical composition of detritus. So ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണത്, ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ് പാർട്ട് ആണത്, സോ ഇതിന്റെ ഒക്കെ ബേസിസിലായിരിക്കും ഡീകമ്പോസിഷൻ നടക്കുക. സോ ലീവ്സ് ഒക്കെ കുറച്ചും കൂടെ പെട്ടെന്ന് ഡീകമ്പോസിഷൻ ആവുമായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ ഡിലേ ആയിട്ട് ഡീകമ്പോസിഷൻ ആവുന്നത് ചിലപ്പോൾ ബോൺസ് ഒക്കെ ആയിരിക്കും, അല്ലെ? സോ കെമിക്കൽ കോമ്പോസിഷൻ ആണ്
എന്താ മെയിൻ. സോ ഏത് കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടോ അതിന്റെ ബേസിസിലായിരിക്കും ഡീകോമ്പോസിഷന്റെ സ്പീഡ് ഉണ്ടാക്കുക. ഓക്കെ, രണ്ടാമത്തത് ക്ലൈമാറ്റിക് ഫാക്ടർ ആണ്. എന്താണ് ക്ലൈമാറ്റിക് ഫാക്ടർ? ഓക്കെ, യെസ്. സോ ഇപ്പോൾ ഏത് ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ ആയിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ഈ ഒരു ഡീകമ്പോസിഷൻ നടക്കുക? നമുക്ക് നോക്കാം. യെസ്, സോ ഡീകമ്പോസിഷൻ റേറ്റ് ഈസ് സ്ലോവർ. സോ ഡീകമ്പോസിഷൻ സ്ലോ ആകും എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ ഈസ് സ്ലോവർ വെൻ detritus is rich in lignin and chitin. സോ ലെഗ്നിനും കൈറ്റിനും എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അത് കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ ഡീകമ്പോസിഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് എന്താ റിച്ച് ഇൻ detritus is rich in nitrogen and water soluble substance like sugar. ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ അതുപോലെ തന്നെ വാട്ടർ നൈട്രോജൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആകും. ആൻഡ് മൂന്നാമത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിലും അവിടെ ഡീകമ്പോസിഷൻ സ്ലോ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡീകമ്പോസിഷനെ പറ്റിയിട്ടുള്ളത്. യെസ്, അടുത്തത് നമുക്ക് നോക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി ഫ്ലോ. ഓക്കെ, സോ എനർജി ഫ്ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എനർജി ഫ്ലോ. സോ നമുക്ക് എല്ലാവർക്കും ഫുഡ് ചെയിനും ഫുഡ് വേവും അറിയാം അല്ലെ? സോ അത് അറിയുകയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഈസിയാണ്. സോ ഫസ്റ്റ് തിങ് ഈസ് നമുക്ക് എല്ലാവർക്കും അറിയാം സൺ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി അല്ലെ? സോ സണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അൾട്ടിമേറ്റ്. സൺ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി അല്ലെ? അതാണ് എന്താ ഏത് എക്കോസിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അക്വാറ്റിക് ആയിക്കോട്ടെ, മാൻമെയ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സൺലൈറ്റ് തന്നെയാണ് അല്ലെ? സോ ഈ സൺലൈറ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിസിലൂടെ ആ എനർജിനെ ട്രാപ്പ് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? സോ ഒരു ലീഫ് എന്താണ് ചെയ്യുന്നുള്ളത്? ഇവിടെ സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നുണ്ട് അല്ലെ? C6H12O6. സോ ഈ ഗ്ലൂക്കോസിലാണ് ഇപ്പൊ നമ്മുടെ എനർജി ഒക്കെ ഇരിക്കുന്നത് അല്ലെ? ഈ ഗ്ലൂക്കോസിലാണ് നമ്മുടെ എനർജി ഒക്കെ ഇരിക്കുന്നത്. ഈ ഒരു ഗ്ലൂക്കോസിനെ വേറെ ഓർഗാനിസം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പ്ലാന്റിന് തന്നെ വേറെ ഏതെങ്കിലും ഒരു പ്ലേസിൽ എനർജി വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നുണ്ട്? സ്മോളർ പീസസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി റിലീസ് ആവുന്നുണ്ട്. അതിനെ നമ്മൾ ATP ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? സോ ഇങ്ങനെയാണ് എനർജി ഫ്ലോ സംഭവിക്കുന്നത് അല്ലെ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, എനർജി നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുള്ളത് സണ്ണിൽ നിന്നുമാണ്. ഹ്യൂമൻ ബീയിങ്സിനും നമുക്ക് കിട്ടുന്നുള്ളത് എവിടെ നിന്നാണ്? സണ്ണിൽ നിന്നുമാണ്. ഓക്കെ, പക്ഷെ ഇൻഡയറക്റ്റ് വേ, ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, സോ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ് നമുക്ക് ഈ ഒരു എനർജീനെ ക്യാപ്ചർ ചെയ്ത് നമുക്ക് തരുന്നുള്ളത്? ആരാണ്? പ്ലാന്റ്സ് ആണ് അല്ലെ? സോ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സൺലൈറ്റിനെ അബ്സോർപ്ഷൻ ചെയ്യുന്നില്ലേ? സോ കംപ്ലീറ്റ് ആയിട്ട് സണ്ണിൽ നിന്നും പുറത്തിറങ്ങുന്ന റേഡിയേഷനെ മൊത്തം ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നില്ല. കുറച്ച് പാർട്ട് മാത്രമേ ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് PAR. എന്തത്? PAR. ഓക്കെ, സോ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, എന്താണിത്? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, ആക്റ്റീവ് റേഡിയേഷൻ. സോ ഈ ഒരു റേഡിയേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുള്ളത്? ഈ ഒരു എന്താണ് സൺലൈറ്റിനെ, ഈ ഒരു പർട്ടിക്കുലർ സൺലൈറ്റിനെ മാത്രം ക്യാപ്ചർ ചെയ്തിട്ടാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുള്ളത് അല്ലെ? സോ ഈ ഒരു ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷനിൽ ആൾമോസ്റ്റ് ഒരു 2 to 10% മാത്രമേ നമ്മുടെ പ്ലാന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയും
റേഡിയേഷൻ, അതിനേക്കാളും ഒരുപാട് റേഡിയേഷന് സൺലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു 2 to 10% മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് അബ്സോർപ്ഷൻ ചെയ്തിട്ട് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ബാക്കിയുള്ള എനർജി എന്താവുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ അത് വെറുതെ വേസ്റ്റ് ആയി പോവുകയാണ്. ഓൺലി 2 to 10% മാത്രമേ പ്ലാന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ആ 2 to 10% മാത്രമേ ബാക്കിയുള്ള എല്ലാ ലിവിങ് ഓർഗാനിസമിലും നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, സോ ആ എനർജിയാണ് എന്താന്നുള്ളത് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് ഒരു പ്ലാന്റ്, ഫോർ എക്സാമ്പിൾ ഏതെടുക്കാം, ഒരു കുഞ്ഞു ഹെർബ്സ്. ഓക്കെ, സോ ഒരു കുഞ്ഞു ഹെർബ് പ്ലാന്റ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രാസ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. സൺലൈറ്റ് വീഴുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. സോ ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഷുഗറിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. സോ ഷുഗറിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു എനർജീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഷുഗറിനെ കഴിക്കുന്ന ആൾ ആരാണ്, ഈ ഗ്രാസിനൊക്കെ കഴിക്കുന്ന ആരായിരിക്കും? ഒന്നില്ല റാബിറ്റ് അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ, ഇങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഒരു ജീവിയായിരിക്കും. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, ഹെർബിവോർസ്. ഹെർബിവോർസ് എന്ന് വിളിക്കും. സോ ആ ഹെർബിവോർസിനെ കഴിക്കുന്ന ആൾക്കാർ ആരാണ്, കാർണിവോർസ് അല്ലെ. സോ ഇപ്പൊ ഒരു മാനിനെയോ അല്ലെങ്കിൽ ഒരു റാബിറ്റിനെയോ അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പറിനെയൊക്കെ കഴിക്കുന്ന ഒരു ജീവിയെ നമ്മൾ എന്തെന്ന് വിളിക്കും, കാർണിവോർസ് എന്ന് വിളിക്കും അല്ലെ. സോ ഇതുപോലെ എനർജി ഇത് ഫസ്റ്റ് ട്രോഫിക് ലെവലാണ്, ഇത് സെക്കൻഡ് ട്രോഫിക് ലെവലാണ്, ഇത് മൂന്നാമത്തെ ട്രോഫിക് ലെവലാണ്. അതായത് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോപ്പിക് ലെവലിലേക്ക് ഈ എനർജി എന്താവുന്നുണ്ട്, പാസ്സായിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഓർക്കണം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ 2 കാര്യങ്ങൾ ഓർക്കണം. അതായത് എനർജി ഫ്ലോ ഈസ് യൂണിഡയറക്ഷണൽ. എനർജി ഫ്ലോ ഈസ് യൂണിഡയറക്ഷണൽ. ഓക്കെ, സോ എനർജി എപ്പോഴും യൂണിഡയറക്ഷണൽ, ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ പാസ് ആവുന്നുള്ളൂ. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തെർമോഡൈനാമിക്സ് എല്ലാവരും പഠിച്ചിട്ടില്ലേ, റൈറ്റ്? സോ തെർമോഡൈനാമിക്സ് എല്ലാവരും പഠിച്ചിട്ടില്ല. അതിൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഉണ്ടല്ലോ, ആ 2 ലോയും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ തെർമോഡൈനാമിക്സിന്റെ 2 ലോയും ഇത് ഫോളോ ചെയ്യുകയാണ്. ഓക്കെ, ആദ്യത്തെ ലോ എന്താണ് പറയുന്നത്, വൺ ഫോം ഓഫ് എനർജി കൺവേർട്ട് ഇൻ ടു അനദർ ഫോം. ഓക്കെ, വൺ ഫോം ഓഫ് എനർജി കൺവേർട്ട് ഇൻ ടു അനദർ ഫോം, അതും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓഫ് എനർജി ടു ഓവർകം എൻട്രോപ്പി. ഓക്കെ, സോ അതും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് സൺലൈറ്റ് വേണം. സൺലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏത് ഓർഗാനിസമിനും ഫുഡ് കിട്ടുന്നില്ല. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് സൺലൈറ്റ് എന്ത് ചെയ്യണം, ഈ എനർജീനെ എമിറ്റ് ചെയ്തോണ്ടേ ഇരിക്കണം. സോ അങ്ങനെ എമിറ്റ് ചെയ്തോണ്ടിരുന്നാൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. ഓക്കെ, സോ ഈ രണ്ട് റൂലും അല്ലെങ്കിൽ ഈ 2 ലോസിനും നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് എനർജി ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? യെസ്, അടുത്തത് നമുക്ക് ബയോട്ടിക് മെമ്പേഴ്സ് ഓഫ് ഫുഡ് ചെയിൻ നോക്കാം. ഓക്കെ, സോ ഒരു ഫുഡ് ചെയിൻ നമുക്ക് നോക്കാം. യെസ്, സോ ഈ ഫുഡ് ചെയിനിൽ നമ്മൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാസ്. ഓക്കെ, സോ ഗ്രാസ് എന്തായിപ്പോയി, ഗ്യാസ് ആയിപ്പോയോ? യെസ്, അപ്പൊ നമുക്ക് ഗ്രാസ് ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കാം, ഗ്രാസ്. ഓക്കെ, അടുത്ത ട്രോഫിക് ലെവലിൽ ആരാണ് ഉണ്ടാവുക, ഗ്രാസ് ഹോപ്പ് അല്ലെ. അടുത്ത ട്രോഫിക് ലെവലില് ഫ്രോഗ്, അടുത്ത ട്രോഫിക് ലെവലില് സ്നേക്ക്. ഓക്കെ, സോ ഇപ്പൊ 4 ട്രോഫിക് ലെവൽ ഉണ്ട്. ഓക്കെ, ആദ്യത്തേത് ഗ്രാസ്. സോ ട്രോഫിക് ലെവൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അതായത് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് സോ ബേസിൽ ആരുണ്ടാവും, അതായിരിക്കും ഫസ്റ്റ് ട്രോഫിക് ലെവൽ അല്ലെ. സോ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഏതാണ്, ഗ്രാസ്. ഓക്കെ, അടുത്തത് ഗ്രാസ് ഹോപ്പർ ആണ്, മൂന്നാമത്തത് ഫ്രോഗ് ആണ്, നാലാമത്തത് സ്നേക്ക് ആണ്.
അല്ലെ? സോ ഇത് ട്രോഫിക് ലെവലായി. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയിംസ് ആണ്. സോ ഈ ട്രോഫിക് ലെവലിനെ എന്തൊക്കെ നെയിമിലാണ് ഇത് വിളിക്കുന്നത് അത് നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെ പേരിട്ടിട്ടാണ് വിളിക്കുന്നത്? ആദ്യം പ്രൊഡ്യൂസർ എന്ന് വിളിക്കും. ഓക്കെ, സോ സിനിമയിലെ പ്രൊഡ്യൂസർ അല്ല. സോ ഇവരാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്, ഇവരാണ് എന്ത് ചെയ്യുന്നത്, എനർജി പ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കാം? പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം. ഓക്കെ, പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം. ഓക്കെ, സോ അടുത്തത് ഗ്രാസ് ഹോപ്പർ ആണ്. ഗ്രാസ് ഹോപ്പറിനെ നമുക്ക് ഹെർബിവോർ എന്ന് വിളിക്കാം അല്ലെ? സോ ഹെർബിവോർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടാമത്തെ പ്രൊഡ്യൂസർ ആണ്. ഇവരിൽ നിന്നും ക്യാപ്ചർ ചെയ്തിട്ട് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സെക്കൻഡറി പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമർ എന്നും വിളിക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? ഫ്രോഗ് അല്ലെ? സോ ഫ്രോഗിനെ നമുക്ക് പ്രൈമറി കാർണിവോർ എന്ന് വിളിക്കാം. ഓക്കെ, പ്രൈമറി കാർണിവോർ എന്ന് വിളിക്കാം. യെസ് അല്ലെ? കാർണിവോർസ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെർഷ്യറി പ്രൊഡ്യൂസർ അല്ലെ? ടെർഷ്യറി പ്രൊഡ്യൂസർ എന്നും വിളിക്കാം. അതല്ലെങ്കിൽ സെക്കൻഡറി കൺസ്യൂമർ അല്ലെ? സെക്കൻഡറി കൺസ്യൂമർ എന്നും വിളിക്കാം. ഓക്കെ, അടുത്തത് സ്നേക്ക് ആണ്. സ്നേക്കിനെ നമുക്ക് എന്തൊക്കെ വിളിക്കാം? സെക്കൻഡറി കാർണിവോർ. ഓക്കെ, സെക്കൻഡറി കാർണിവോർ എന്നും വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോട്ടണറി പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം. ഓക്കെ, അതും അല്ലെങ്കിൽ ടെർഷ്യറി കൺസ്യൂമർ എന്നും വിളിക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലാണല്ലോ ഇതുള്ളത്, അപ്പോൾ ടോപ്പ് മോസ്റ്റ് ട്രോഫിക് ലെവൽ എന്നും വിളിക്കാം. ഓക്കെ, ടോപ്പ് ട്രോഫിക് ലെവൽ എന്നും വിളിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം. അതായത് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൾ ആരാണോ, ഓക്കെ, സോ ആരാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്, അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ചെയിൻ തുടങ്ങുന്നത്. സോ ആ ഫുഡ് ചെയിൻ തുടങ്ങുമ്പോൾ അവരിനെ ആദ്യം വിളിക്കുന്നത് പ്രൊഡ്യൂസർ എന്നാണ്, ബാക്കിയുള്ളതൊക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. സോ ഇവര് മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ്, ബാക്കിയുള്ളവരൊക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. സോ അവരിനെ നമുക്ക് സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ടെർഷ്യറി പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം. പക്ഷെ മേജർലി നമ്മൾ ഗ്രാസ് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ മാത്രമേ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കും? കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് ചെയിനിന് ഒരു എക്സാമ്പിൾ നോക്കാം. യെസ്, എന്താണ് ഫുഡ് ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? യെസ്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, എന്താണ് ഫുഡ് ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? നമ്മളിപ്പോ എക്സാമ്പിൾ നോക്കിയില്ലേ, അപ്പൊ പെട്ടെന്ന് അതിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞേ, എന്തായിരിക്കും ഫുഡ് ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? സി a linear sequence of organism through which nutrients and energy pass as one organism to another. Organism eat another. Okay, so ഒരു ഓർഗാനിസമിൽ നിന്നും ഇനിയൊരു ഓർഗാനിസമിലേക്ക് എന്താവുന്നുണ്ട്? എനർജി ഫ്ലോ ആവുന്നുണ്ട്. അങ്ങനെ എനർജി ഫ്ലോ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഗാനിസം എന്ത് ചെയ്യണം? ഈ ഒരു ഓർഗാനിസമിനെ കഴിക്കണം, ഫുഡായിട്ട് കഴിക്കണം. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. So energy is passing from one organism to another organism when the organism is eaten up by another organism. Okay, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? യെസ്. സോ നമ്മൾ നേരത്തെ പഠിച്ച അതേ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെയും വരിക. അതായത് ഗ്രാസ് ഹോപ്പർ, സ്നേക്ക് ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു ലീനിയർ ചെയിൻ തന്നെയാണ് നമ്മുടെ ഫുഡ് ചെയിനിനുള്ള എക്സാമ്പിൾ. ഓക്കെ, അടുത്ത നമുക്ക് ഫുഡ് വെബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. ഓക്കെ, എന്തായിരിക്കും ഫുഡ് വെബ്? സോ ഈ ഫുഡ് ചെയിന് ഇന്റർ കണക്റ്റഡ് ആവില്ലേ അല്ലെ? സോ ഇന്റർ കണക്ഷൻ ഉള്ള ഒരു ഫുഡ് ചെയിൻ ഉണ്ടാവില്ലേ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഫുഡ് വെബ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഇന്റർലിങ്ക്ഡ് ഫുഡ് ചെയിനിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഫുഡ് വെബ് എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ് ട്രോഫിക് ലെവൽ? ഓക്കെ, എന്താണ് ട്രോഫിക് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. സോ ഈ ട്രോഫിക് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a position of an organism in that ecosystem. Okay, so അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രോഫിക് ലെവൽ എന്ന് വിളിക്കും. The position
ഓഫ് ആൻ ഓർഗാനിസം ഇൻ ദി ഫുഡ് ചെയിൻ. ഓക്കെ, സോ ഫുഡ് ചെയിനിൽ എത്രാമത്തെ ആളാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രോഫിക് ലെവൽ എന്ന് വിളിക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് ചെയിനിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സി ഫസ്റ്റ് തിങ് ഈസ് ഫുഡ് ചെയിൻ ഈസ് ആൾവേസ് സ്റ്റാർട്ട് ഫ്രം. ആരിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞേ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. സോ ആരിൽ നിന്നാണ് ഫുഡ് ചെയിൻ തുടങ്ങുക? യൂഷ്വലി പ്രൊഡ്യൂസേഴ്സിൽ നിന്നും, അതായത് പ്ലാന്റ് അല്ലെ. സോ പ്ലാന്റ് ആണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെ. സോ പ്ലാന്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് GFC, അതായത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഓക്കെ, ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ക്ലിയർ ആയോ? ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ആവുന്നത് പ്ലാന്റ് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസമിൽ നിന്നുമാണെങ്കിൽ അതിന് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. സോ ഇൻ കേസ് അത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസമിന്റെ മുകളിൽ നിന്നുമാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് എങ്കിൽ, ഓക്കെ, ഡെഡ് പ്ലാന്റ് ഓർ ആനിമൽസിൽ നിന്നുമാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. സോ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഫുഡ് ചെയിൻ തുടങ്ങുന്നത് പ്ലാന്റിൽ നിന്നുമാണെങ്കിൽ അതിന് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. ഡെഡ് പ്ലാന്റ്സ് ഓർ ആനിമൽസിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. ഓക്കെ, സോ അടുത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് എനർജി ഫ്ലോ ഈസ് യൂണിഡയറക്ഷണൽ. ഓക്കെ, സോ യൂണിഡയറക്ഷണൽ എനർജി ഫ്ലോ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഓക്കെ, യൂണിഡയറക്ഷണൽ എനർജി ഫ്ലോ ആണ് കാണാൻ പറ്റുക. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% ലോ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? വാട്ട് യു മീൻ ബൈ 10% ലോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. എന്തായിരിക്കും 10% ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സി ഓൺലി 10%, ഓക്കെ, ഓൺലി 10% ഓഫ് ദി എനർജി ഈസ് transferred into the each trophic level. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സി ഇതിപ്പോ ഫ്രോഗ്, നമുക്ക് ആദ്യം ഗ്രാസ് തന്നെ എടുക്കാം അല്ലെ. സോ ഗ്രാസ് കുറച്ച് ബയോമാസിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 10% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഗ്രാസ് ഹോപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ 10% കിട്ടിയിട്ടുണ്ടല്ലോ. സോ ഈ 10% എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പറിന് എത്രയാണ്? 100% ആണ് അല്ലെ. സോ 100% ഈ ഒരു ഗ്രാസ് ഹോപ്പറിലുണ്ട്. 10% മാത്രമേ ഗ്രാസിൽ നിന്ന് കിട്ടുതെങ്കിലും ഇവിടെ 100% ഉണ്ടല്ലോ. ഇവർക്ക് ഫുഡ്, വയറ് നിറച്ച ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. സോ ഈ ഒരു ഗ്രാസ് ഹോപ്പറിൽ നിന്നും അടുത്ത ആൾക്ക്, അതായത് ഫ്രോഗിലേക്ക് കിട്ടുന്നത് വെറും 10% മാത്രമാണ്. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? 10% ലോ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? സോ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇങ്ങനൊരു ട്രോഫിക് ലെവലിലേക്ക് വെറും 10% എനർജി മാത്രമേ എന്താവുന്നുള്ളൂ? ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. Okay, yes, so this is called 10% law. Yes, so അതുകൊണ്ട് തന്നെ ഒരു ഫുഡ് ചെയിനിൽ മാക്സിമം വെച്ചിട്ടുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 5 ട്രോഫിക് ലെവൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതൽ ട്രോഫിക് ലെവൽ നമുക്ക് കാണാൻ പറ്റില്ല. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? സോ ഒരു ഫുഡ് ചെയിനിൽ നമുക്ക് മാക്സിമം വെച്ചിട്ടുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 5 ട്രോഫിക് ലെവൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതൽ നമുക്ക് കാണാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇങ്ങനൊരു ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ ഓൺലി 10% മാത്രമേ എനർജി നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഒരു മാക്സിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4ാമത്തെ 5ാമത്തെ ട്രോഫിക് ലെവലിലാവുമ്പോഴത്തേക്ക് എന്താവും? എനർജി ഫ്ലോ അങ്ങ് നിൽക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്, അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ നോക്കാം. Okay, so types of food chain. Yes. Okay, so there are 2 types of food chain. ഒന്നിനെ നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയും. അടുത്തത് എന്താണത്? ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ അല്ലെ. സോ നമ്മൾ ഈ 2 കാര്യം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രേസിംഗ് ഫുഡ് ചെയിനും അതുപോലെ തന്നെ എന്താണ്? ഡെട്രീറ്റസ് ഫുഡ് ചെയിനും അല്ലെ. സോ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആവുന്നത് ആൾവേസ് ഫ്രം പ്ലാന്റ്സ് അല്ലെ. പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് അതല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ അല്ലെ. സോ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ബാക്ടീരിയ,
ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ബാക്ടീരിയ. സോ ഇതൊക്കെയാണ് ഈ ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിനിലേക്ക് ആദ്യം എൻ്റർ ആവുന്നത്. പക്ഷേ ഡെട്രീറ്റസ് ഫുഡ് ചെയിനിൽ ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ആണ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ആണ്. സോ ഇവരിൽ നിന്നും നെക്സ്റ്റ് എവിടത്തേക്ക് പോകുന്നുണ്ട്? ബാക്ടീരിയ, അല്ലെ? ബാക്ടീരിയ ഓർ ഫംഗൈയിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. സോ they are second trophic level. ഓക്കെ, ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ആണ്. രണ്ടാമത്തത് എന്താണ്? ബാക്ടീരിയ ഓർ ഫംഗൈ ആണ്. പക്ഷെ ഇവിടെ ആൾവേസ് എ പ്ലാന്റ് ഈസ് ഇൻ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. ഓക്കെ, ഫസ്റ്റ് ട്രോഫിക് ലെവൽ. ക്ലിയർ ആയോ എല്ലാവർക്കും? രണ്ടാമത്തെ കാര്യം, സോ ഈ ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിന് നമുക്ക് ടെറസ്ട്രിയലിലും ആൻഡ് അക്വാട്ടിക് രണ്ടിലും കാണാൻ പറ്റും. സോ ഇവിടെയും അത് തന്നെയാണ്, ടെറസ്ട്രിയലിലും അക്വാട്ടിക്കിലും രണ്ടിലും കാണാൻ പറ്റും. പക്ഷെ ഇനിയൊരു കാര്യമുണ്ട്, അതായത് ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ അതായത് നമ്മൾ അക്വാട്ടിക് എന്ന് പറയുമ്പോൾ, ഓക്കെ, അക്വാട്ടിക്കില് നമുക്ക് ഗ്രേസിംഗ് ഫുഡ് ചെയിനിലാണ് കൂടുതൽ എനർജി കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഡെട്രീറ്റസിൽ കുറച്ചായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, പക്ഷേ ലാൻഡിൽ ഡെട്രീറ്റസിലായിരിക്കും കൂടുതൽ കാണാൻ പറ്റുക, പക്ഷേ ഗ്രേസിംഗിൽ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എന്തുകൊണ്ടായിരിക്കും ഡെട്രീറ്റസ് ഈസ് മോർ ഓൺ ലാൻഡ് ദാൻ GFC? സോ എന്തുകൊണ്ടായിരിക്കും ഡെട്രീറ്റസ് ലാൻഡിൽ കൂടുതൽ കാണാൻ പറ്റുക? സോ ഗ്രേസിംഗ് ഫുഡ് ചെയിനിനെക്കാളും ഡെട്രീറ്റസ് ഫുഡ് ചെയിന് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ കാണാൻ പറ്റുക? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ലാൻഡ് എക്കോസിസ്റ്റമിൽ, ഓക്കെ, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമിൽ പ്രൊഡക്ടിവിറ്റി ഈസ് മോർ, അല്ലെ? പ്രൊഡക്ടിവിറ്റി കൂടുതലായതുകൊണ്ട്, ആദ്യത്തെ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതിൽ നിന്ന് കുറച്ച് മാത്രമേ എന്താവുന്നുള്ളൂ? നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ദാറ്റ് ഈസ് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. സോ അതെല്ലാം എന്താവണം? ഡീക്കേ ആവണം, ഡീകമ്പോസിഷൻ ആവണം. അപ്പൊ കൂടുതൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുക? ഡെട്രീറ്റസ് ഫുഡ് ചെയിനാണ് കാണാൻ പറ്റുക. ക്ലിയർ ആയോ? യെസ്, ഓക്കെ. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ എക്കോളജിക്കൽ പിരമിഡ്? ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ആണ്, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. എക്കോളജിക്കൽ പിരമിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് trophic level, different trophic level. Okay, graphical representation of different ട്രോഫിക് ലെവൽ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എക്കോളജിക്കൽ പിരമിഡ് എന്ന് വിളിക്കും. ഓക്കെ, സോ എക്കോളജിക്കൽ പിരമിഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനർജിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, അതുപോലെ തന്നെ ബയോമാസിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്പറിന് വേണ്ടിയിട്ടും ആണ് നമ്മൾ ഈ എക്കോളജിക്കൽ പിരമിഡ് വരയ്ക്കുക. ഓക്കെ, സോ ഇതിന്റെ ബേസിസിൽ തന്നെ നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് കാണാൻ പറ്റും. ഓക്കെ, 3 types of ecological pyramid. ഏതൊക്കെയാണ് എക്കോളജിക്കൽ പിരമിഡ് ഉള്ളത്? പിരമിഡ് ഓഫ് ഈജിപ്റ്റ് ആണോ? അല്ല, പിരമിഡ് ഓഫ് നമ്പർ. ഓക്കെ, ആദ്യത്തേത് ഏതാണ്? പിരമിഡ് ഓഫ് നമ്പർ. രണ്ടാമത്തേത് പിരമിഡ് ഓഫ് ബയോമാസ്. ഓക്കെ, സോ മൂന്നാമത്തേത് എന്താണ്? പിരമിഡ് ഓഫ് എനർജി. ഓക്കെ, ഇങ്ങനെ 3 എന്ത് കാണാൻ പറ്റും? എക്കോളജിക്കൽ പിരമിഡിനെ കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, പിരമിഡ് ഓഫ് എനർജി നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, പിരമിഡ് ഓഫ് എനർജി. യെസ്, പിരമിഡ് ഓഫ് എനർജി. യെസ്, സോ പിരമിഡ് ഓഫ് എനർജിക്ക് ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നുള്ളത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആണ്. ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റമിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗ്രാസ്, അല്ലെ, ഗ്രാസ് ഹോപ്പർ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോഗ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേക്ക്, അല്ലെ? സോ ഇത് എനർജീന്റെ ബേസിസിൽ നമുക്ക് നോക്കിയാലോ. ഗ്രാസില് പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, അല്ലെ?
പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, കൂടുതൽ എനർജി നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നും 10% മാത്രമേ എവിടേക്ക് പോകുന്നുള്ളൂ, ഗ്രാസ് ഹോപ്പറിലേക്ക് പോകുന്നുള്ളൂ. അതിൽ നിന്ന് 10% മാത്രമേ ഫ്രോഗിലേക്ക് പോകുന്നുള്ളൂ. അതിൽ നിന്ന് 10% മാത്രമേ സ്നേക്കിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു 10,000 കിലോ ജൗൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ വെറും എത്ര 1000 കിലോ ജൗൾ ആയിരിക്കും. ഇവിടെ വരുമ്പോൾ 100 കിലോ ജൗൾ ആയിരിക്കും. സോ ഇവിടെ വരുമ്പോൾ വെറും 10 കിലോ ജൗൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എനർജി യൂണി ഡയറക്ഷണൽ ആണ് ആൻഡ് ഓൾസോ ഓൺലി 10% മാത്രമേ എന്താവുന്നുള്ളൂ, നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് എനർജി ഏത് എക്കോസിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിലും എന്ത് കാണാൻ പറ്റും, അപ്രൈറ്റ്. ഓക്കെ, എന്ത് കാണാൻ പറ്റും, അപ്രൈറ്റ് പിരമിഡിനെയാണ് കാണാൻ പറ്റുക. മനസ്സിലായോ, അപ്രൈറ്റ് പിരമിഡിനെയാണ് കാണാൻ പറ്റുക. ക്ലിയർ ആയല്ലോ? യെസ്. സോ അതിപ്പോ ഗ്രാസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം, രണ്ടാമത് നമുക്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റം നോക്കാം. ഫോറസ്റ്റ് എക്കോസിസ്റ്റമിൽ നമുക്ക് ട്രീ, ഓക്കെ, സോ ബേർഡ്സ്, ഇങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ട്രീ എന്ന് പറയുന്നത് ഒരു വലിയ, അതായത് എനർജി ഒരുപാടുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂടുതലാണല്ലോ, ഫോട്ടോസിന്തസിസ് ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ കൂടുതലുണ്ട്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ബേർഡ്സ് എത്ര നമുക്ക് കാണാൻ പറ്റും, വളരെ കുറവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ. സോ അത് മാത്രമല്ല ഇവിടെ എനർജി ഫ്ലോ ആവുന്നത് നിങ്ങൾ നോക്കിക്കേ, എനർജി ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു 10,000 ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെറും 1000 മാത്രമാണ് അല്ലെ. സോ ഇങ്ങനെ ഏത് എക്കോസിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിലും എനർജി എന്ന് പറയുന്നത് അപ്രൈറ്റ് എക്കോസിസ്റ്റം, അപ്രൈറ്റ് പിരമിഡ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ ഇങ്ങനെ ട്രയാങ്കിൾ ഉള്ള ഒരു എന്താണ് പിരമിഡാണ് നമുക്ക് കാണാൻ പറ്റുക. താഴെ കൂടുതലും മുകളിൽ കുറവും ഉള്ള ഒരു അപ്രൈറ്റ് പിരമിഡിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. പിരമിഡ് ഓഫ് എനർജി നമ്മൾ നോക്കി. അടുത്തത് എന്താണ്, ദാറ്റ് ഈസ് pyramid of biomass. Okay, pyramid of biomass. ഓക്കെ, സോ ബയോമാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ, ഗ്രാസ് ലാൻഡിൽ, യെസ്. സോ ഗ്രാസ് ലാൻഡിൽ നമുക്ക് എക്സാമ്പിൾ അറിയാം അല്ലെ. സോ താഴെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരുപാട് ഗ്രാസ് ഉണ്ട്, ഒരുപാട് ഏക്കർ കണക്കിന് ഗ്രാസസ് ആണ് നമുക്ക് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റുക. സോ അവിടെ നിന്ന് എത്രയോ കേജസ് ഉണ്ട് അല്ലെ. സോ നമുക്ക് നെക്സ്റ്റ് ഗ്രാസ് ഹോപ്പർ നോക്കുകയാണെങ്കിലോ, ഗ്രാസ് ഹോപ്പറിന്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും, ഗ്രാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറവായിരിക്കും അല്ലെ. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ഏതാണ്, ഫ്രോഗ് നോക്കുകയാണെങ്കിലോ അതിനേക്കാളും കുറവായിരിക്കും അല്ലെ. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ്, സ്നേക്ക് നോക്കുകയാണെങ്കിലോ അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ബയോമാസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇൻ കേസ് ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഓക്കെ, ഫോറസ്റ്റ് എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിലോ, ഫോറസ്റ്റ് എക്കോസിസ്റ്റം നോക്കാം. ഫോറസ്റ്റ് എക്കോസിസ്റ്റമില് ട്രീയും ബേർഡും ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നുള്ളത്. ട്രീ വലിയൊരു ട്രീ ആണ്. സോ അതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ എന്തായാലും നല്ല കൂടുതലായിരിക്കും, പക്ഷെ ബേർഡ്സിന് വളരെ കുറവായിരിക്കും അല്ലെ. സോ അപ്പോഴും നമുക്ക് അപ്രൈഡ് എക്കോസിസ്റ്റം ആണ് കിട്ടുക. പക്ഷെ അക്വാട്ടിക് എക്കോസിസ്റ്റം ഒന്ന് നോക്കിയേ, അക്വാട്ടിക് എക്കോസിസ്റ്റം നോക്കിയേ. സോ അക്വാട്ടിക് എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാങ്ക്ടോൺസ് അല്ലെ, ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് വളരെ കുറവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന സൂ പ്ലാങ്ക്ടോൺസിന്റെ വെയിറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫിഷസിന്റെ വെയിറ്റ് കുറച്ചുകൂടെ വലുതായിരിക്കും, കുറച്ചുകൂടെ കൂടുതലായിരിക്കും അല്ലെ. സോ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഇൻവേർട്ടഡ് അല്ലെ. സോ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ആണ്, അപ്രൈറ്റ് അല്ല അല്ലെ. സോ അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, അക്വാട്ടിക് എക്കോസിസ്റ്റം അല്ലെ. അക്വാട്ടിക് എക്കോസിസ്റ്റം പിരമിഡ് ഓഫ് ബയോമാസില് അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് ആണ്. ക്ലിയർ ആയോ? യെസ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്, ലാസ്റ്റ് ടോപ്പിക് ആണ്, അതായത് പിരമിഡ് ഓഫ് നമ്പർ. ഓക്കെ, പിരമിഡ് ഓഫ് നമ്പർ. യെസ്. സോ പിരമിഡ് ഓഫ് നമ്പറിൽ ആദ്യത്തത് നമുക്ക് ഗ്രാസ് ലാൻഡ് തന്നെ നോക്കാം. യെസ്. സോ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഇതില് ഗ്രാസസിന്റെ നമ്പർ ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ലാൻഡിൽ ഗ്രാസസിന്റെ നമ്പർ നോക്കിക്കോ, വളരെ കൂടുതലായിരിക്കും അല്ലെ. സോ അതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ഗ്രാസ് ഹോപ്പർ നോക്കുകയാണെങ്കിലോ കുറവായിരിക്കും, അതിനേക്കാളും കുറവായിരിക്കും ഫ്രോഗ്, അതിനേക്കാളും കുറവായിരിക്കും സ്നേക്ക് അല്ലെ. സോ അപ്പൊ നമുക്ക് ഒരു അപ്രൈറ്റ് പിരമിഡ് ആണ് കാണാൻ പറ്റുക അല്ലെ. അടുത്തത് ഫോറസ്റ്റ് നോക്കുകയാണെങ്കിലോ, സോ ട്രീ
ട്രീ വളരെ കുറവായിരിക്കും അല്ലെ. ട്രീ എന്ന് പറയുന്നത് 1, 2 അങ്ങനെയാണ് കാണാൻ പറ്റുക അല്ലെ, ഒരു ട്രീ. സോ ആ ഒരു ട്രീന്റെ മുകളിൽ എത്ര ബേർഡ്സ് ഉണ്ടാവും? 10, 20 അല്ലെ. സോ ഒരുപാട് ബേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പിരമിഡ് ഓഫ് നമ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ കൂടുതൽ ബേർഡ്സിനെയാണ്. സോ എന്താണിത്? സോ ദിസ് ഈസ് ഇൻവേർട്ടഡ് പിരമിഡ്. ഓക്കെ, ഇതെന്താണിത്? ഇൻവേർട്ടഡ് പിരമിഡ് ആണ്. അടുത്ത നമുക്ക് അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ നോക്കാം. അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ നോക്കുമ്പോഴും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് വളരെ കൂടുതൽ നമ്പറും, അതിനേക്കാൾ കുറവ് സൂ പ്ലാങ്ക്ടോൺസും, അതിനേക്കാളും കുറവ് നമുക്ക് ഫിഷസും ആണ് കാണാൻ പറ്റുക അല്ലെ. സോ ഇതെന്താണ്? ഇത് ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് അല്ലെ, ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണിത്? സൂ പ്ലാങ്ക്ടോൺസ്, റൈറ്റ്. ഇതെന്താണിത്? ഫിഷസ്, സ്മോൾ ഫിഷസ് ആണ്. സോ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു അപ്രൈറ്റ് പിരമിഡ് ആണ്. സോ ഇൻവേർട്ടഡ് പിരമിഡ് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുക? പിരമിഡ് ഓഫ് നമ്പറിലെ ഫോറസ്റ്റ് എക്കോസിസ്റ്റമിലും അതുപോലെ തന്നെ പിരമിഡ് ഓഫ് ബയോമാസിലെ അക്വാട്ടിക് എക്കോസിസ്റ്റമിലും മാത്രമാണ് നമുക്ക് ഇൻവേർട്ടഡ് പിരമിഡിനെ കാണാൻ പറ്റുക. ബാക്കി എല്ലാം എന്താണ്? അപ്രൈറ്റ് പിരമിഡ് ആണ്. ഇനി ഒരു കാര്യം ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനർജിയില്, പിരമിഡ് ഓഫ് എനർജിയില് അത് ഏത് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, ആ എല്ലാ എക്കോസിസ്റ്റമിലും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്രൈറ്റ് പിരമിഡ് മാത്രമാണ്. എല്ലാവർക്കും ക്ലിയർ ആയോ? സോ ദിസ് ഈസ് അബൌട്ട് ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ. സോ എല്ലാവർക്കും എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ കണ്ട് തീർത്ത ഉടനെ തന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വീക്ക് ക്വിസിന്റെ ലിങ്ക് ആണ്. ആ വീക്ക് ക്വിസിന്റെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല, ഇല്ല ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല ഇനിയൊരു കാര്യം എന്താണ്, നമ്മുടെ ടെലഗ്രാം ചാനലിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും അറിയുന്നില്ല എങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ടെലഗ്രാമിൽ ഒരു ചാനൽ ഉണ്ട്. ഓക്കെ, സോ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും? PYQs ഉണ്ട്, ഡെയിലി നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി ഒരു വീക്ക് ക്വിസ് ഉണ്ടാവും. ഓക്കെ, സോ ആ ഒരു വീക്കിൽ എന്തൊക്കെയാണോ കോൺസെപ്റ്റ് എടുത്തിട്ടുണ്ടാവുക അതിന്റെ ബേസിസിൽ ഒരു വീക്ക് ക്വിസ് ഉണ്ടാവും. അത് മാത്രമല്ല അസൈൻമെന്റ്സും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് ലൈവ്സും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ പോകുക, വേദാന്തു മലയാളം എന്ന ടെലഗ്രാം ആപ്പിലേക്ക് കയറിയിട്ട് സെർച്ച് ബട്ടണിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.